ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2-3 ദിവസമായിട്ട് ഒരു ഹണി ട്രാപ്പ് കേസ്, കൊച്ചിയിലെ ഹണി ട്രാപ്പ് കേസ് വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അത് ട്രെൻഡ് ആവാനുള്ള ഇത് സാധാ പോലെയുള്ള ഹണി ട്രാപ്പ് കേസ് പോലെ ഇത് പോയേനെ. പക്ഷേ ട്രെൻഡ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ അതിലെ അറസ്റ്റിലായ ഒരു പെൺകുട്ടി കാരണം, അതായത് ഭയങ്കര പൂക്കിയായിട്ടുള്ള ഒരു ഡെലൂലു സ്റ്റൈലായിട്ടുള്ളൊരു പെൺകുട്ടി കാരണമാണ് ഇത് ഇത്രയും വൈറലാവാൻ കാരണം. സഫ്ന എന്ന് പറയുന്ന ആ ഒരു ആൾ കാരണമാണ് ഇത്രയും വൈറൽ. കാരണം ഇത്രയും കൂളായിട്ട് ആളിനെ എന്തോ വലിയ ഫോട്ടോഷൂട്ടിനെ വിളിച്ചു വരുത്തുക അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് വിളിച്ചു വരുത്തിയ മോഡൽ ഓഫ് നിപ്പും സംസാരവും ചിരിയും കളിയും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ എന്ത് എന്നൊക്കെ പറയണ്ടേ. എനിക്ക് പറഞ്ഞ സിസ്റ്റം ഒരുമാതിരി ഫെയിൽ ആവുന്ന രീതിയിലാണ്. ഒരുപാട് പേര് അതിൽ കൊമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള സിസ്റ്റമാണ് ഇത്, എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇവർക്കറിയാം 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വരും എന്നൊക്കെ ഇവർക്കറിയാവുന്ന. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഹണി ട്രാപ്പ് അല്ലെങ്കിൽ തേൻകണി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു. ആളെ ചാറ്റ് വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ചാറ്റ് ചെയ്തിട്ട് അവരെ എങ്ങനെയുള്ള ഒരു ഹോട്ടൽ മുറിയിലോ കൊണ്ടുവരുന്നു. ഇവിടെ ഭിന്നശേഷിക്കാരനായ, ചെവി കേൾക്കാനും പറ്റത്തില്ല, അതേപോലെ സംസാരിക്കാൻ പറ്റാത്ത അമൽദേവ് എന്നൊരു ചെറുപ്പക്കാരനുമായിട്ടാണ് സഫ്ന ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കുന്നു. ആ സഫ്ന കൂടാതെ വേറൊരു 4 പേരുണ്ട്. ടോട്ടൽ 5 പേരാണ് സഫ്നയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് അമൽദേവിനെ നിർബന്ധിച്ചപ്പോൾ, അമൽദേവ് അത് നിരസിച്ചപ്പോൾ എല്ലാവരും കൂടി കൂട്ടി നിന്ന് ഈ അമൽദേവിനെ അടിച്ചൊടിക്കുന്നു. അതായത് വാരിയലിലൊക്കെ ഒടിഞ്ഞു പോയെന്നാണ് അമൽദേവ് എന്നിട്ട് ഈ ഒരു അടിയൊക്കെ കിട്ടിയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോയത്. വീട്ടിൽ പോയപ്പോൾ ഒരു രക്ഷയില്ല, അവൻ ഹോസ്പിറ്റലിൽ പോകണം. അതുകൊണ്ട് കൂട്ടുകാരോട് ഈ സത്യാവസ്ഥ പറയും. കൂട്ടുകാരാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ഇത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് ആക്ച്വലി ഇത് പോലീസിൽ കംപ്ലയിൻറ്റ് ആവുന്നതും. ഈ ഡെലൂലു അല്ലെങ്കിൽ പൂക്കി ഗേളിനെ എല്ലാവരും ചിരിച്ച് കളിച്ച് ഈ ഒരു ന്യൂസിലേക്ക് കാണുന്നതും. സഫ്ന, അനന്തു, അമൽ ഇവരൊക്കെ നേരത്തെയും സമാനമായ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കാപ്പ കുറ്റം ചുമത്താനാണ് പോലീസിൻ്റെ നിഗമനം. പോലീസിൻ്റെ ഒരു നീക്കം എന്ന് പറഞ്ഞാൽ കാപ്പ ചുമത്താനാണ്. അതേപോലെ തന്നെ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കമൻറ്റാണ്. ഈ ഒരു പുള്ളിക്കാരി സഫ്ന എന്ന് പറയുന്ന ഓൾറെഡി ഒരു കല്യാണം കഴിച്ചതാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. ആൻഡ് ഓൾസോ ഷീസ് ഇൻ എ ഡി അഡിക്ഷൻ സെൻറ്ററിൽ MDMA ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ആൾ ഡി അഡിക്ഷൻ സെൻറ്ററിലായിരുന്നു എന്ന് പറയുന്ന കുറച്ച് കഥകളും ഉണ്ട്. എനിവേ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എനിവേ ഈ ഇതൊക്കെ എന്തെന്നുള്ള രീതിയിലുള്ള മട്ടും ഭാവമായിരുന്നു അവന്മാരുടെ മുഖത്തും ഓൾസോ സഫ്നയുടെ മുഖത്തും. ഇതൊക്കെ ഇനിയും കേരളത്തിൽ നടക്കും, ഞങ്ങൾ ഇറങ്ങിയാലും ഇതൊക്കെ തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് ആളുടെ നിപ്പും ഭാവവും ഒക്കെ. അതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈ വാർത്ത കുറച്ചുകൂടെ ട്രെൻഡിങ് ആവാനുള്ള മെയിൻ റീസൺ സഫ്നയുടെ ആ നിപ്പും ആ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്കറിയത്തില്ല ഇനി എന്താ ചെയ്യുമ്പോൾ. കാപ്പ ചുമത്തുമെങ്കിൽ വിട്ട് പോട്ടെ എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ നാട് വിട്ട് പോട്ടെ എന്നുള്ളതാണ്.